നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ നടു റോഡിൽ ഷാഫി പറമ്പിൽ എംപിയും ഡിവൈഎഫ്ഐയും തമ്മിൽ നേരിട്ട കാഴ്ച കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതായിരുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് എംപി ഷാഫി പറമ്പിലിനെതിരെ കഴിഞ്ഞ ദിവസം വടകരയിൽ അരങ്ങേറിയത്. ഡിവൈഎഫ്ഐ ആയിരുന്നു ഷാഫി പറമ്പിൽ എംപിക്കെതിരെ ഈ ഒരു പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. ഒടുവിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ രൂക്ഷമായ രീതിയിൽ വഴക്കുകൂടുന്നതും സംഘർഷത്തിലേക്ക് കടക്കാതെ വാക്പോരിലേക്ക് അത് നയിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. വടകര ടൗൺ ഹാളിൽ നിന്നും പരിപാടി കഴിഞ്ഞ് ഷാഫി പറമ്പിൽ മടങ്ങവേ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു. തുടർന്ന് പോലീസും ഡിവൈഎഫ്ഐ പ്രവർത്തകരും റോഡിൽ ഏറ്റുമുട്ടി. തുടർന്ന് വാഹനത്തിൽ നിന്നും ഷാഫി പറമ്പിൽ എംപി പുറത്തിറങ്ങി രൂക്ഷമായിട്ടായിരുന്നു ഡിവൈഎഫ്ഐയോട് പ്രതിഷേധിച്ചത്. പേടിച്ചു പോകാൻ ആളെ വേറെ നോക്കണമെന്നും നായി പട്ടി എന്ന് വിളിച്ചാൽ കേട്ടു നിൽക്കാൻ വേറെ ആളെ നോക്കണമെന്നുമാണ് ഷാഫി പറമ്പിൽ പറഞ്ഞത്. ഏത് വലിയ സമരക്കാരൻ വന്നാലും പേടിച്ചു പോകാൻ ആളെ വേറെ നോക്കണം. സമരം ചെയ്യാനുള്ള അവകാശത്തെ മാനിക്കുന്നു. നായി പട്ടി എന്നൊക്കെ വിളിച്ചാൽ പേടിച്ചു പോകില്ല. പിണറായി വിജയനോട് ചോദിക്കാൻ ആർജവുമുണ്ടോ? സമരം ഞാനും ചെയ്തിട്ടുണ്ട്. ആരെയും പേടിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നായിരുന്നു ഷാഫി പറമ്പിൽ പ്രതികരിച്ചത്. തുടർന്ന് പോലീസ് അനുനയിപ്പിച്ച് വാഹനത്തിൽ കയറ്റുകയായിരുന്നു. പിന്നീട് ഇടത് അനുകൂല പേജുകളിലൊക്കെ വന്നത് ഷാഫി പറമ്പിലാണ് ആദ്യം മോശം വാക്ക് ഉപയോഗിച്ചത്, അതിന് മറുപടിയായിട്ടാണ് ഡിവൈഎഫ്ഐ തിരിച്ച് പ്രതിരോധിച്ചത് എന്ന രീതിയിലുള്ള വീഡിയോ തെളിവുകളടക്കമൊക്കെ ഇടതു പേജുകളിലൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. എന്തായാലും രണ്ടു കൂട്ടരും രൂക്ഷമായ രീതിയിലാണ് കഴിഞ്ഞ ദിവസം റോഡിൽ ഏറ്റുമുട്ടിയതെന്നതും ഏറ്റവും ശ്രദ്ധേയം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങൾ ഉയർത്തിയായിരുന്നു ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. കഴിഞ്ഞ ദിവസം മണ്ഡലത്തിലെത്തിയപ്പോഴും ഷാഫിക്കെതിരെ ഡിവൈഎഫ്ഐ പ്രതിഷേധം സംഘടിപ്പിച്ചു. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് മണ്ഡലത്തിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനത്തിനായി എത്തിയപ്പോൾ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തായിരുന്നു പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഷാഫിയുടെ പ്രസംഗം തുടങ്ങിയതോടെ പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ എത്തുകയായിരുന്നു. പ്രതിഷേധം സംഘർഷത്തിലേക്കാണ് നയിക്കപ്പെട്ടത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ട് ഷാഫി പറമ്പിൽ എംപിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാനുള്ള നീക്കത്തിലാണ് ഡിവൈഎഫ്ഐ. വടകര മണ്ഡലത്തിൽ ഷാഫിക്കെതിരെ പ്രതിഷേധ പ്രകടനവുമായി എത്തിയ ഡിവൈഎഫ്ഐയുടെ നീക്കത്തെ നേരിടുക എന്ന ഒരു ലക്ഷ്യത്തോടെ ഷാഫിയും അതിനെ പ്രതിരോധിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. മണ്ഡലത്തിൽ പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന വെല്ലുവിളികളെ നേരിടുക എന്ന ഉറച്ച തീരുമാനത്തിലാണ് ഷാഫി പറമ്പിൽ എംപിയും ആയിരിക്കുന്നത്. വടകര ടൗൺ ഹാളിൽ നിന്നും പരിപാടി കഴിഞ്ഞ് മടങ്ങവെയായിരുന്നു ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. തുടർന്ന് പോലീസുമായി റോഡിൽ സംഘർഷം. നേരത്തെ ഷാഫി പറമ്പിൽ എംപിയുടെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും സാമ്പത്തിക സ്രോതസ്സുകൾ അന്വേഷിക്കണമെന്ന പരാതി ശക്തമായിരുന്നു. AIYF സംസ്ഥാന സെക്രട്ടറി ടി ജിസ്മോനായിരുന്നു DGPക്ക് പരാതി നൽകിയത്. ഇരുവർക്കും പിന്നിൽ വലിയൊരു ക്രിമിനൽ സംഘം പ്രവർത്തിക്കുന്നുണ്ട് എന്നായിരുന്നു ജിസ്മോന്റെ പരാതിയിൽ വ്യക്തമാക്കിയിരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ രാഷ്ട്രീയ രംഗത്ത് വലിയൊരു ക്രിമിനൽ സംഘം വളർന്നുകൊണ്ടിരിക്കുന്നുവെന്നും പണവും അധികാരവും ദുർവിനിയോഗം ചെയ്തുകൊണ്ട് അനധികൃതമായി പ്രവർത്തിക്കുന്ന ഈ സംഘം പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ ട്രോളി ബാഗിൽ പണം കടത്തിയെന്നും പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. ആ ട്രോളി ബാഗിന്റെ പഴയ വീഡിയോ ഒരിക്കൽ കൂടി നോക്കിയാൽ ഇത് മനസ്സിലാകുമെന്നായിരുന്നു AIYF പ്രതിനിധികൾ മാധ്യമങ്ങളോട് പറഞ്ഞത്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ പ്രതികരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നു. ഗർഭം ധരിച്ച യുവതിയെ കൊല്ലാൻ അധികം സമയം വേണ്ട എന്നുവരെ പറയുന്ന അവസ്ഥ എത്രമാത്രം ക്രിമിനൽ രീതിയാണ് എന്നായിരുന്നു മുഖ്യമന്ത്രി ചോദിച്ചത്. നിയമപരമായി സ്വീകരിക്കേണ്ട നടപടികളെല്ലാം സ്വീകരിക്കുമെന്നും പരാതി നൽകാൻ ആശങ്കയുണ്ടാകേണ്ടതില്ലെന്നും എല്ലാ സംരക്ഷണവും സർക്കാർ ഉറപ്പുവരുത്തുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. അത് ഗൗരവമേറിയ വിഷയമായി തന്നെ കേരളീയ സമൂഹം ഏറ്റെടുത്തിരിക്കുന്നു. മാധ്യമങ്ങളും അത് ഏറ്റെടുത്തു. ഇത്തരമൊരാൾ ആ ഇരിക്കരുതെന്ന പൊതു അഭിപ്രായം ഉയർന്നു വന്നു കഴിഞ്ഞു. പക്ഷേ ആ നിലയല്ല കാണുന്നത്. എത്രത്തോളം പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് അറിയില്ല. ഏതായാലും സമൂഹത്തിൽ വലിയ പ്രതികരണം ഉണ്ടാക്കുന്ന തരത്തിലുള്ള സംഭവമായി അത് മാറി. കാരണം ഒന്നിലധികം സംഭവങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വരുന്നു. ഒരു സംഭാഷണത്തിന്റെ ഭാഗത്ത് ഗർഭം അലസിപ്പിക്കുക എന്നത് മാത്രമല്ല, ഗർഭം ധരിച്ച യുവതിയെ കൊല്ലാൻ അധികം സമയം വേണ്ട എന്നുവരെ പറയുന്ന ഇടത്തേക്ക് എത്തുന്ന അവസ്ഥ. എത്രമാത്രം ക്രിമിനൽ രീതിയാണ് വരുന്നത്. സമൂഹത്തിൽ പൊതുപ്രവർത്തകർക്കുണ്ടായിരുന്ന അംഗീകാരമുണ്ട്. അതിന് അപവാദം വരുത്തിവെക്കുന്ന ചില കാര്യങ്ങൾ ചില ഘട്ടത്തിലൊക്കെ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഇത്രത്തോളം പോയ ഒരു കാര്യം ഇതേവരെ നമ്മുടെ അനുഭവത്തിൽ കേട്ടിട്ടില്ല എന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. അതേസമയം വടകര എംപിയെ പരസ്യമായി തടയാൻ ഡിവൈഎഫ്ഐ തീരുമാനിച്ചിട്ടില്ലെന്ന് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ഷൈജു PC. വടകരയിൽ ഉണ്ടായത് പീഡനവീരനെ സംരക്ഷിക്കുന്നതിനെതിരായി വടകരയിലെ ജനങ്ങളുടെ സ്വാഭാവികമായ പ്രതികരണം മാത്രമാണെന്നും പക്ഷേ ജനങ്ങളിൽ നിന്നും കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്നും ഒറ്റപ്പെട്ട എംപി ഒരു കൂട്ടം ആളുകളെ സംഘടിപ്പിച്ച് പ്രകോപനമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമം നടത്തുന്നുണ്ട്. ഇതിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ വീണുപോകരുതെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഷാഫി പറമ്പിൽ എംപിയെ വഴിയിൽ തടഞ്ഞുവെച്ച് ഡിവൈഎഫ്ഐ അസഭ്യവർഷം നടത്തിയത്
ജനാധിപത്യ വിരുദ്ധമായ നടപടിയും മര്യാദകേടുമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. സമരാഭാസമാണ് ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നും വി.ഡി. സതീശൻ പ്രതികരിച്ചു. സംസ്ഥാനം ഭരിക്കുന്ന പിണറായി സർക്കാരിനും CPM-നുമെതിരെ ഉയർന്ന ഗുരുതര ആരോപണങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയുള്ള ഗൂഢനീക്കമാണ് ഇതിന് പിന്നിലെന്നും വി.ഡി. സതീശൻ FBയിൽ കുറിച്ചു. ഇതിനൊക്കെ അതേ നാണയത്തിൽ മറുപടി നൽകാൻ കോൺഗ്രസിനും UDF-നും അറിയാം. ഷാഫിക്കെതിരായ CPM-ന്റെ മൂന്നാംകിട നാടകം തുടർന്നാൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും മറ്റ് CPM ജനപ്രതിനിധികളും ലൈംഗികാരോപണ കേസുകളിൽപ്പെട്ട LDF നേതാക്കളും റോഡിൽ ഇറങ്ങില്ലെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. വടകര ടൗൺ ഹാളിൽ നിന്നും പരിപാടി കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് ഷാഫി പറമ്പിൽ സഞ്ചരിച്ച കാർ തടഞ്ഞ് DYFI പ്രവർത്തകർ പ്രതിഷേധിച്ചത്. പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ പോലീസ് നടത്തിയ ശ്രമങ്ങൾ ഫലവത്തായില്ല. വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ഷാഫി പേടിച്ചു പോകാൻ തീരുമാനിച്ചിട്ടില്ല, നായി പട്ടി എന്നൊക്കെ വിളിച്ചാൽ കേട്ടു നിൽക്കാൻ വേറെ ആളെ നോക്കണമെന്നും പ്രതികരിച്ചു. ഷാഫി പറമ്പിൽ എംപിയെ കോഴിക്കോട് വടകരയിൽ DYFI പ്രവർത്തകർ റോഡിൽ തടഞ്ഞതിൽ പ്രതിഷേധിച്ച് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലേക്ക് യൂത്ത് കോൺഗ്രസ് കഴിഞ്ഞ ദിവസം മാർച്ച് നടത്തി. അത് വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് നയിക്കപ്പെട്ടു. വനിതകളടക്കമുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിലായിരുന്നു ഏറ്റുമുട്ടൽ. പോലീസിന്റെ ജലപീരങ്കിക്ക് നേരെ പ്രതിഷേധക്കാർ തീപ്പന്തമറിഞ്ഞു. തുടർന്ന് പോലീസ് ലാത്തിചാർജ് നടത്തി. രാത്രി 8:30യോടെയായിരുന്നു സംഘർഷം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി വീണ S. നായർ, DCC സെക്രട്ടറി ശ്രീകല, കോർപ്പറേഷൻ കൗൺസിലർ മേരി പുഷ്പം, ലീന എന്നിവരെ അറസ്റ്റ് ചെയ്ത് രാത്രി വൈകിട്ടും നന്ദാവനം പോലീസ് ക്യാമ്പിൽ കസ്റ്റഡിയിൽ വെച്ചു. വനിതകളെ പോലീസ് വളഞ്ഞിട്ട് തല്ലിയെന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.